ഈ ചന്ദ്രശേഖർ റാവുവും മറ്റുള്ളവരൊന്നും ഇതിനകത്ത് കുലുങ്ങിയതായിട്ട് കാണുന്നില്ല. അപ്പോൾ നാരാ ലോകേഷ് ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ ഉറച്ചു നിൽക്കും എൻ ഡി എയുടെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന നിലപാട് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മൾ സമീപകാലത്ത് കാണുന്ന BJPയുടെ ഭാഗത്തുള്ള ചില നീക്കങ്ങൾ അവരവരുടെ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ, അവരുടെ വളരെ വേരുകളിലേക്ക് വളരെ ഹാർഡായിട്ട് തിരിച്ചു പോകുന്നു എന്ന ഒരു ഫീല് വരുത്താനുള്ള നിലപാടുകളുണ്ട്. അതിപ്പോൾ നമ്മുടെ കണ്ണൂരിൽ നിന്നുള്ള C സദാനന്ദനെ MP ആക്കുന്നത് ആയാലും, ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഗവർണറായിട്ട് RSSകാരനായിട്ടുള്ള ആർലേക്കർ വരുന്നതാണെങ്കിലും, അവർ RSS എന്ന സംവിധാനത്തിന്, എന്ന് വെച്ചാൽ BJPയുടെ മാതൃ പ്രത്യയശാസ്ത്ര സംഘടനയായിട്ടുള്ള RSS എന്ന സംവിധാനത്തിന് മുൻകാലങ്ങളിലില്ലാത്തതിനേക്കാൾ കൂടുതൽ പ്രാതിനിധ്യവും ബഹുമാനവും ഈ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു എന്ന തോന്നൽ നമുക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട മുഹൂർത്തം കൂടിയായിട്ട് നമ്മളിതിനെ കാണണം. അതിനകത്ത് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനോടുള്ള ഒരു അതൃപ്തി RSS സംവിധാനത്തിനകത്ത് വരുന്നു എന്ന ചില വർത്തമാനങ്ങൾ അവിടെ ഉണ്ടായിരിക്കെ, ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാർ ഒരു കോൺഗ്രസ് സർക്കാരിനെ പോലെ, എന്ന് വെച്ചാൽ മുൻകാലങ്ങളുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരുകളെ പോലെ ഒരു സർക്കാരായിട്ട് മാറുകയും ഒരുപാട് ആളുകൾ പ്രധാനപ്പെട്ട പദവികളിലേക്ക് BJP RSS സംവിധാനങ്ങൾക്ക് പുറത്തുള്ള ആളുകൾ കടന്നു കയറുകയും, പ്രത്യേകിച്ചും മന്ത്രിമാരായിട്ടും പ്രധാനപ്പെട്ട പദവികളിലേക്കും BJP പാർട്ടിയുടെ നേതാക്കളായിട്ടൊക്കെ പലപാട് നിന്ന് ആളുകൾ വന്നു ചേരുകയും ഒക്കെ ചെയ്യുന്നതിൽ അതൃപ്തി RSS പക്ഷത്തിനുണ്ട് എന്നൊക്കെ ചില ആളുകൾ പറയുന്നു. അത്തരം സംഗതികൾ വിചാരിക്കുന്ന ഒരുപക്ഷെ സാധാരണക്കാരായിട്ടുള്ള RSSകാരും BJPക്കാരും അടക്കമുള്ള ആളുകൾക്കടക്കം നല്ല മെസ്സേജ് ആ ഭാഗത്ത് നിന്ന് വരികയാണ് ഇതിലൂടെ ഉണ്ടാകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.